MLA എന്താണ് ശരിക്കും ഇതിൽ? കാരണം 10 വർഷമായിട്ട് അങ്ങ് ഇവിടുത്തെ MLA ആണ്. സ്വാഭാവികമായിട്ട് പലതവണ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടാകും. ഇത്തിരി ഒരു കാര്യം ശ്രദ്ധയപ്പെട്ടില്ലായിരുന്നു. അല്ലേ, ശ്രദ്ധയപ്പെടാത്തതല്ല. ഇതിൽ പെട്ടെന്നാണല്ലോ ചാനലിലെ ലൈവ് ചർച്ചയിൽ പ്രതികരണം ചോദിച്ചത്. ഇത് 2000 അന്ന് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ എല്ലാം നേതൃത്വത്തിൽ, ആ പഞ്ചായത്ത് മെമ്പറുടെ പേരാണ് വിമല ഉണ്ണി, നേതൃത്വത്തിൽ ഒരു നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റിയെല്ലാം രൂപീകരിച്ച്, അംബേദ്കറുടെ ഒരു പ്രതിമ നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിൽ കളക്ഷനെല്ലാം നടത്തിയാണ് ഇതിൻ്റെ തുടങ്ങിയത്. ഈ പറയുന്ന പോലെ 2000 എന്ന് പറയുമ്പോൾ തന്നെ 2009 17 വർഷമായി. അതിനുശേഷം വന്ന തർക്കങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം കൊണ്ടുവന്ന പ്രതിമ തന്നെ ഡോക്ടർ അംബേദ്കറുമായിട്ട് സാമ്യമില്ല. അങ്ങനെ ഇവിടെ സ്ഥാപിക്കാൻ കഴിയാതെ വന്നു. രണ്ടാമത് വീണ്ടും തല മാത്രം മാറ്റി ചെയ്യാമെന്നു, അതാണ് ഇവിടെ ഇരിക്കുന്നത്. ആ തലയും ഈ പറയുന്നത് പോലെ അംബേദ്കറുമായിട്ട് സാമ്യമില്ലാത്തതുകൊണ്ട് അന്നും അത് സ്ഥാപിക്കാൻ നടന്നില്ല. തർക്കമെല്ലാമായി അത് മുടങ്ങിപ്പോയി. അന്ന് മന്ത്രിയെല്ലാം വിളിച്ചാണ് ശിലാസ്ഥാപനം നടത്താൻ തീരുമാനിച്ചതെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശിലാസ്ഥാപനം നടക്കാതെ പോയി. ഫലകത്തിലെ പേരെഴുതി. അതെ, അവരൊന്നും തന്നെ ഈ സ്ഥലത്തെത്തുകയോ ഇങ്ങനെ ശിലാസ്ഥാപനം നടക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അന്ന് തന്നെ തർക്കത്തിൽ മുടങ്ങി ഞാൻ കിടക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ ഡോക്ടർ അംബേദ്കർ പോലുള്ള ഒരു മഹാന്റെ ഒരു പ്രതിമ ഇങ്ങനെ ഇരിക്കുന്നത് അനാദരവ് തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. ഇക്കാര്യത്തിൽ പിന്നീടൊരു ചർച്ചയും മറ്റുമൊന്നും വന്നിട്ടില്ല. ആരും ഒരു മുൻകൈ എടുക്കാനും തയ്യാറായിട്ടില്ല. ഇത് എൻ്റെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വന്നാ ഇല്ലല്ലോ? നേരത്തെ ഉണ്ടായിരുന്നു. അവർ തന്നെ സ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. അതെ, അവരുടെ ഒരു മുൻകൈ എടുത്ത് എൻ്റെയും കൂടി എൻ്റെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കും, എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. വേണ്ടുന്ന വിധത്തിൽ ഇത് പുനഃസ്ഥാപിച്ചെടുക്കാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാം. ഞാൻ അവരുടെ തന്നെ ഒരു മീറ്റിംഗ് വിളിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അംബേദ്കർ ജയന്തിയാണ്, നടക്കില്ല. നമ്മൾ അടുത്ത അംബേദ്കർ ജയന്തിക്ക് മുമ്പെങ്കിലും ഇത് പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കൂട്ടായ ആലോചന. ഇത് ഗവൺമെൻറ് ഫണ്ടും മറ്റൊന്നുമല്ല, നാട്ടുകാരുടെ തന്നെ പിരിവെടുത്ത് ആണ് ഇത് സ്ഥാപിക്കാൻ. അതായത് അന്നത്തെ കമ്മിറ്റിക്കാരൊന്നും ഇന്നില്ല എന്ന് പറയുന്നുണ്ട് പലരും. ഏതായാലും ഇവിടുത്തെ ഇതിൻ്റെ നാട്ടുകാരെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് കൂട്ടായ പരിശ്രമത്തിലൂടെ ഇത് പുനഃസ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് വേണ്ടത്. അതിന് എല്ലാവിധ നേതൃത്വം കൊടുക്കാൻ MLA നിലയിൽ ഞാൻ തയ്യാറാവും. MLA അല്ല, ഇപ്പോൾ നിലവിൽ MLA ആണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തയ്യാറാവും. ഈ പഞ്ചായത്തിലെ ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ട് അറിയാമോ? പഞ്ചായത്തിൽ ഞാൻ 5 വർഷം ഞാൻ മെമ്പറായിരുന്നു, ഇപ്പോഴാണ് പ്രസിഡന്റ് ആയത്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴാണ് കൂടുതൽ വിശദമായിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി അത് നേടിയെടുക്കാൻ വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് എല്ലാ തരത്തിലും പഞ്ചായത്ത് ഭരണസമിതി ഒന്നിച്ച് നിൽക്കും. അതിന്റെ നിയമപരമായ കാര്യങ്ങൾ അന്വേഷിച്ചാലേ അറിയാൻ പറ്റൂ. ഏതായാലും പാങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റും DK മുരളിയാണ് നമ്മൾ സംസാരിച്ചത്. ഏതായാലും ഇതൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് എല്ലാവരും ഒരുമിച്ച് പറയുന്നു. അടുത്ത ജയന്തിക്ക് മുമ്പെങ്കിലും, അംബേദ്കർ ജന്മദിനത്തിന് മുമ്പെങ്കിലും ഈ ഒരു പ്രതിമ പുനഃസ്ഥാപിക്കാൻ, അത് അംബേദ്കറുടെ രൂപസാദൃശ്യമുള്ള പ്രതിമ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നാണ് ഇവിടെ നേതാക്കളുടെ ഉറപ്പ്. ഏതായാലും ആ ഉറപ്പ് തൽക്കാലം വിശ്വസിക്കാം. ഇപ്പോൾ അദ്ദേഹം ഇവിടെ വാർത്താ ഇവിടെ എത്തിയെന്ന് തന്നെ ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. നേരത്തെ തന്നെ എല്ലാവരുടെ ഇടപെടൽ ഉണ്ടാകേണ്ട വിഷയമാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയധികം നാണക്കേടുണ്ടാക്കുന്ന, കേരളത്തിന് അപമാനകരമാണ് അംബേദ്കറെ പോലെ ഒരു ദേശീയ നേതാവിന് ഇത്തരത്തിലൊരു അപമാനം കേരളം പോലുള്ള ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ അത് അക്ഷരാത് നാണക്കേടാണ്. അതിനൊരു പരിഹാരം, പ്രായശ്ചിത്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സജിത്ത്, തർക്കങ്ങളാണ് ഒരു പ്രധാന കാരണം. തർക്കങ്ങളിൽ പെട്ടുപോയതുകൊണ്ടാണ് പരിഹാരം അന്നേ ഉണ്ടാകാതെ കേസാണെന്ന് പേടിയൊക്കെ അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. അന്ന് തന്നെ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. ആ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് യോജിച്ചു എന്നുള്ളൊരു മുന്നോട്ട് പോക്ക് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ശരിയാവുമായിരുന്നു. ഈ പറയുന്നത് പോലെ തന്നെ അശ്രദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ വന്നു നോക്കുമ്പോൾ AK ബാലൻ ശിലാസ്ഥാപനം നടത്തി, G കാർത്തികേയൻ പങ്കെടുത്തു എന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതൊന്നും വാസ്തവമുള്ള കാര്യങ്ങളല്ല. ഇങ്ങനൊരു പാടില്ലാത്തതായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പ്രതിമ കൊണ്ടുവന്ന് വയ്ക്കാൻ പാടില്ലാത്തതായിരുന്നു. അന്ന് ആ കമ്മിറ്റിക്ക് പറ്റിയ ഒരു അനാസ്ഥയാണ്. തുടർന്ന് അവർ മുൻകൈ എടുക്കാനും തയ്യാറായിട്ടില്ല.